ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ പറയാം, എനിക്ക് ഇന്ന് വയറുവേദനയുണ്ട് അല്ലേ, അമ്മ എനിക്ക് ഭയങ്കര വയറുവേദന ഉണ്ടെന്ന് കൈവച്ച് കുട്ടി പറയുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വയറുവേദന ഉണ്ടാവില്ല, പക്ഷേ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം പറയുന്നുണ്ട്. പോകുന്ന സ്കൂൾ ബസ്സിലോ സ്കൂളിലോ തിരിച്ചു വരുന്ന വഴിയിലോ കുട്ടിക്ക് എന്തോ ഒരു സങ്കടമുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടാകുന്നില്ല. അതാണ് കേൾക്കേണ്ടത്. ആ വയറുവേദന ഇല്ല എന്ന് പറഞ്ഞത് കുട്ടിയെ ചൂടാക്കി പറഞ്ഞേക്കുന്നതിന് മുമ്പായിട്ട് എന്താ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കലാണ് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം. കാരണം 2025 വേൾഡ് WHO കണക്ക് പ്രകാരം 5-1 കുട്ടിക്ക് മാനസികമായ അസ്വസ്ഥതയുണ്ട്. അത് 100-1 കുട്ടിക്കായിരുന്നു മുമ്പ്, കോവിഡിന് മുമ്പ്. ഇപ്പം 5-1 കുട്ടിക്കാണ് മാനസിക അസ്വസ്ഥത ഉണ്ടാവുക. നമ്മുടെ രക്ഷിതാക്കൾ നിങ്ങൾ സ്വയത്തോട് തന്നെ ചോദിക്കണം, ആർ വി റിയലി പ്രിപ്പയർഡ് ടു ഡീൽ വിത്ത് ആർ സ്റ്റുഡൻസ്? നമ്മുടെ സ്കില്ല് പുതിയ കാലത്തെ കുട്ടികളെ പരിചരിക്കാൻ ഓക്കെയാണോ? അവരെ സിംറ്റംസുകൾ കണ്ടെത്താൻ ഓക്കെയാണോ? നമ്മൾ പുതിയ കാലത്തെ രക്ഷിതാക്കളാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. എല്ലാ വർഷവും ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പോൾ ഐഫോൺ 17 എത്തി. കഴിഞ്ഞ വർഷം ഉണ്ടായ അതേ പേരൻ്റ് നിങ്ങളും, പക്ഷെ കഴിഞ്ഞ വർഷം ഉണ്ടായ കുട്ടിയല്ല ഈ വർഷം ഉള്ളത്. നിങ്ങൾ പുതിയ കാലത്തെ കുട്ടികളെ പരിചരിക്കാൻ ആവശ്യമായ നിങ്ങളുടെ പാരൻറ്റിങ് സ്കില്ല് റെഡിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നിങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒരു കുട്ടി സെൽഫ് ഹാം ചെയ്യുന്നുണ്ടെങ്കിലോ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി ഉണ്ട് എന്നുള്ളൊരു ബോധത്തോടെ ആയിരിക്കണം ഇവരെ ചേർത്ത് പിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ലാഘവത്ത് കാണാൻ പറ്റില്ല, വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു വിഷയം.